നമ്മൾ തന്നെ എത്രയോ തവണ പറഞ്ഞു, സുരേഷ് ഗോപി ഇത്തവണ മോദി മന്ത്രിസഭയിലേക്കില്ല എന്നാണ് സൂചന. അദ്ദേഹത്തിന് 4 ചിത്രങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ പ്രധാനമന്ത്രി വിളിച്ച സൽക്കാര ചടങ്ങിലൊന്നും അദ്ദേഹം പങ്കെടുക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉണ്ട്. ഇന്നലെ രാത്രിയിലാണ് അദ്ദേഹം ഒരു തീരുമാനമെടുത്ത നേതൃത്വത്തെ അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു, ഇത്തവണ മന്ത്രിയാക്കാനില്ല. കാര്യം കുറേയധികം അഡ്വാൻസുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം സിനിമയാണ് തന്നെ ഈ ലെവലിൽ എത്തിച്ചത്. അതുകൊണ്ട് തന്നെ നന്ദിയോട് കാണിക്കാൻ താനില്ല. പിന്നെ മന്ത്രിയായി കഴിഞ്ഞാൽ മറ്റൊരു രീതിയിൽ പണം ഉണ്ടാക്കാനും തനിക്ക് ഉദ്ദേശമില്ല. അതുകൊണ്ട് തന്നെ ഈ ചിത്രങ്ങൾ പൂർത്തിയാക്കാൻ അനുവദിക്കണം. മാത്രമല്ല മകൾ UK പഠിക്കുകയാണ് MBBS-ന്. അപ്പോൾ അവർക്കുമൊക്കെ പഠനത്തിനുമൊക്കെ ഒത്തിരി പണം വേണം. അപ്പോൾ സിനിമയിൽ അഭിനയിച്ചാലേ പറ്റൂ. അപ്പോൾ ഈ 4 ചിത്രങ്ങൾ പൂർത്തിയാക്കി കഴിയുമ്പോൾ കുറച്ച് പണം കിട്ടും. അത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മന്ത്രിസഭയിലേക്ക് വരാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇനി ആകെയുള്ളൊരു സാധ്യത പ്രധാനമന്ത്രി അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് തീർച്ചയായിട്ടും ഇന്ന് സത്യപ്രതിജ്ഞയ്ക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചൊന്നും വരാം. കാര്യം തൃശ്ശൂരിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ട്. ഇനി ഒരുപക്ഷെ ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി വിമാനം അയച്ച് അദ്ദേഹത്തെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സ്ഥിതി മാറിയെന്ന് വരും. എന്തായാലും 4 സിനിമകൾ പൂർത്തിയാക്കിയിട്ടേ ഇനി മന്ത്രിസഭയിലേക്കുള്ളൂ എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. MG പ്രതീഷ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ നമ്മൾ ആശംസകൾ നേർന്നുകൊണ്ടേയിരിക്കുമ്പോഴാണ് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്ത വരുന്നത്. മാത്രവുമല്ല, കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഒരു ക്ഷണം കിട്ടിയാൽ അത് വേണ്ടെന്ന് വയ്ക്കാനുള്ള ഒരു പൊതുപ്രവർത്തകനെ നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുമില്ല. കാര്യം അധികാരം കിട്ടുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഏണിയായിട്ട് കാണുന്ന ഒരു കാലത്താണ് സുരേഷ് ഗോപി ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ. SKN, തീർച്ചയായും സുരേഷ് ഗോപിയുടെ കേന്ദ്ര മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ളൊരു അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. കാരണം ഇന്ന് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ സുരേഷ് ഗോപി ഇപ്പോഴും തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് എത്തിയത്. ഇന്ന് രാവിലെ 6:15 ഡൽഹിയിലേക്ക് പോകുമെന്നതായിരുന്നു ആദ്യം ലഭിച്ച സൂചന. പക്ഷേ ആ ഡൽഹിയിലേക്കുള്ള വിമാനത്തിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ഒരു കണക്ഷൻ ഫ്ലൈറ്റും 8:30 ഉണ്ടായിരുന്നു. ഇതിൽ പോകുമെന്ന് പിന്നീട് കരുതിയിരുന്നെങ്കിലും അതിലും സുരേഷ് ഗോപി പോയിട്ടില്ല. ഇനി 12:30 ഡൽഹിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് നേരിട്ട ഒരു വിമാനമുള്ളത്. ഇതിൽ സുരേഷ് ഗോപി പോകുമോ എന്ന കാര്യത്തിലും ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതിൽ പോകുന്ന കാര്യം ആലോചനയിലാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഒപ്പം ഈ കേന്ദ്രമന്ത്രിയാകുന്നതിലെ ചില ആശങ്കകൾ സുരേഷ് ഗോപി BJP നേതൃത്വത്തെ അറിയിച്ചു എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. 4 സിനിമകൾ പൂർത്തിയാക്കാനുണ്ട്. ഇത് നേരത്തെ തന്നെ കമ്മിറ്റ് ചെയ്ത സിനിമകളാണ്. ഇതിൽ 2 സിനിമകളുടെ ചിത്രീകരണം നേരത്തെ തുടങ്ങി വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ നിർമ്മാതാക്കളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു തീരുമാനം എടുക്കുന്നതിലെ ഒരു ബുദ്ധിമുട്ട് നിലവിൽ നേതൃത്വത്തെ സുരേഷ് ഗോപി അറിയിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി ദേശീയ നേതൃത്വത്തിന്റെ നിലപാടായിരിക്കും ഏറ്റവും നിർണായകമാവുക. നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഡൽഹിയിൽ ചായ സൽക്കാരം ഉൾപ്പെടെ നടക്കുമ്പോൾ ആ ചടങ്ങിൽ ഒന്നും തന്നെ സുരേഷ് ഗോപി പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ആ ഘട്ടത്തിൽ ആ സമയങ്ങളിൽ തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഇതിലെ ആ ഒരു സസ്പെൻസ് ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇനി ഏതെങ്കിലും തരത്തിൽ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ BJP ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്നു കാണേണ്ടത്. നേരത്തെ കേന്ദ്ര മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ സുരേഷ് ഗോപി ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി പ്രതീഷ്, നമുക്ക് സുരേഷ് ഗോപിയുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞോ? അദ്ദേഹത്തിന്റെ അഭിപ്രായം നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞോ ടെലിഫോണിലെങ്കിലും? SKN, അദ്ദേഹം ഇപ്പോഴും വീട്ടിൽ തുടരുകയാണ്. ഫോൺ വിളിച്ചിട്ടും എടുക്കുന്നില്ല. വീട്ടിനകത്ത് തന്നെയാണ്. ഇതുവരെയും പുറത്ത് ഇറങ്ങിയിട്ടില്ല. ഈ മറ്റ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെയൊക്കെ തന്നെ വിളിക്കുമ്പോൾ നിലവിൽ തിരുവനന്തപുരത്താണ്, ഡൽഹിയിലേക്ക് ഉച്ചയോടുകൂടി പോകുമെന്നൊരു സൂചന മാത്രമാണ് നൽകുന്നത്. മറ്റ് വിവരങ്ങളോ പ്രതികരണത്തിനോ ഒന്നും തന്നെ അദ്ദേഹം ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇനി അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിന് കൂടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഒപ്പം അതിൽ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ എന്നതാണ് ഇനി ഏറെ നിർണായകമായിട്ടുള്ളത്. കാരണം 12:30 മാത്രമാണ് ഇനി ഡൽഹിയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് പോകാൻ കഴിയുക. അതിൽ പോയി വൈകുന്നേരത്തെ ആ ഒരു ചടങ്ങിൽ എത്തുക എന്നതും അതിൽ ഉൾപ്പെടെ ഈ സമയത്തിന്റെ കാര്യത്തിലും ചില പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എന്ത് ഒരു നടപടി അല്ലെങ്കിൽ ഏത് തരത്തിലായിരിക്കും
ഇനി സുരേഷ് ഗോപിയെ പരിഗണിക്കുക അല്ലെങ്കിൽ ഈ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്തിമ തീരുമാനം എന്തായിരിക്കും എന്നതാണ് ഇനി അറിയേണ്ട കാര്യം. ഈ കേന്ദ്ര മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള ഒരു അന്തിമ അറിയിപ്പ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു സൂചന കൂടി വരുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാട് നിർണായകമാണ്. അതിനോടൊപ്പം തന്നെ ദേശീയ നേതൃത്വത്തിന്റെയും പ്രധാനമന്ത്രിയുടെയും നിലപാടായിരിക്കും സുരേഷ് ഗോപിയുടെ കേന്ദ്ര മന്ത്രിസ്ഥാനത്തിൽ ഏറെ നിർണായകമാകുക. നിലവിൽ മുന്നോട്ട് വച്ച ആശങ്കകൾ അല്ലെങ്കിൽ ഈ സിനിമ ചിത്രീകരണം അല്ലെങ്കിൽ സിനിമ പൂർത്തീകരിക്കണം എന്നുള്ള ഒരു ആവശ്യം, ഇതിൽ എന്ത് നിലപാടായിരിക്കും ദേശീയ നേതൃത്വം സ്വീകരിക്കുക എന്നതും ഏറെ നിർണായകമാകും. SK. ഓക്കെ, താങ്ക് യു MG പ്രതീഷ്. എന്തായാലും ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളോടൊക്കെ ഇത്തവണ ഈ ഘട്ടത്തിൽ മന്ത്രിയാകാനില്ല ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. കാരണം ഈ 4 ചിത്രങ്ങൾക്ക് പ്രൊഡ്യൂസർമാരുടെ അഡ്വാൻസ് വാങ്ങിച്ചു, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശമില്ല. മാത്രമല്ല അദ്ദേഹത്തിന് അത്യാവശ്യമായി കുട്ടികളുടെ പഠനത്തിനൊക്കെ ആയിട്ട് കുറേ അധികം പണം വേണം. ഈ അടുത്തിടെയാണ് മകളുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ ആ പണമൊന്നും മറ്റു വഴികളിൽ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ ആദ്യഘട്ടത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് ആളുകളെ വിളിച്ച് ശല്യപ്പെടുത്താതിരിക്കാനും ഡൽഹി നേതാക്കന്മാരെ വിളിച്ച് സമ്മർദ്ദപ്പെടുത്താതിരിക്കാനും മൊബൈൽ ഫോണൊക്കെ അദ്ദേഹം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അദ്ദേഹത്തിനെ മന്ത്രിയാക്കാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് താങ്കൾ ഡൽഹിയിലെത്തണം, മന്ത്രിസഭയിൽ ചേർന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ ആ ക്ഷണം ഒരിക്കലും സുരേഷ് ഗോപി നിരസിക്കില്ല എന്നാണ് അദ്ദേഹത്തോട് ഏറ്റവും അടുപ്പമുള്ള ചില കേന്ദ്രങ്ങൾ നമ്മോട് പറയുന്നത്.